ഹലോ വിൻ ടിപ്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു തരത്തിലുള്ള വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ഓൺ എക്സാം അടുത്തിരിക്കുകയാണ്. കുട്ടികളൊക്കെ എക്സാമിൻ്റെ ചൂടിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 6ാം ക്ലാസ് മുതൽ 6, അതുപോലെ 8, 10 തുടങ്ങിയ എല്ലാ ക്ലാസ്സുകളിലെയും പാഠപുസ്തകങ്ങളൊക്കെ മാറി വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിൽ. നമുക്കറിയാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. എങ്ങനെയാണ് മോഡൽ വരിക എന്ന് നമുക്കറിയില്ല, ഒരു ധാരണയില്ല. അപ്പോൾ വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം വെച്ചിട്ട്, ആൻസർ വെച്ചിട്ട് നമുക്കൊരു ഡിസ്കഷനാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം കുട്ടികൾക്ക് എക്സാമിന് ഇത് വളരെ ഉപകാരപ്പെടും. ഇത്തരത്തിലുള്ള ഒരു മോഡലാണ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത് എന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് വരാൻ ചാൻസ് ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ എന്ത് വരും, ഒരു പാരഗ്രാഫ് തന്നിട്ട് നമുക്ക് അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നിട്ട് ആ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചിട്ട് എന്ത് ചെയ്യുക, അതിന് ഉത്തരം എഴുതുക. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമത് അറിയേണ്ട കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് നന്നായിട്ട് വായിക്കാൻ അറിയണം, അത് പാരഗ്രാഫ് മനസ്സിലാക്കാനും അറിയണം. അതിനുള്ളൊരു കഴിവ് കുട്ടികൾക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഡെയിലി എടുക്കുന്ന പാഠഭാഗങ്ങൾ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയും അവരെ കൊണ്ട് എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യിക്കാൻ കഴിവുണ്ടാവണം. കുട്ടികൾക്ക് എന്നും വായിക്കാൻ ഒരു ടെൻഡൻസി കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്. അതിൽ ഇപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് നന്നായിട്ട് വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഒരുപാട് സമയം വായിച്ചിരിക്കാൻ സമയം ഉണ്ടാവില്ല. നമുക്കറിയാം എക്സാം എന്ന് പറയുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിലായിരിക്കും. 2 മണിക്കൂർ 15 മിനിറ്റൊക്കെയാണ് ഒരു എക്സാം ഉണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ അത് വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അതിന് താഴെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഉത്തരം എഴുതുക. വൈ ഈസ് വാർ ഹാർഡ് ഓൺ ചിൽഡ്രൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും വൈ ഹാർഡ് ഓൺ ചിൽഡ്രൻ, ഇവിടെ ഹാർഡ് ഓൺ ചിൽഡ്രൻ എന്ന് മുകളിൽ കാണുന്നുണ്ട്, അപ്പോൾ അതായിരിക്കും ഉത്തരം എന്ന് വിചാരിക്കരുത്. വൈ ഈസ് വാർ ഹാർഡ് ഓൺ ചിൽഡ്രൻ എന്ന് പറയുന്നത് നമുക്കറിയണം, ഈ വൈ, വാട്ട് എന്ന് പോലെയുള്ള ചോദ്യ വേർഡ്സ്, അതായത് ക്വസ്റ്റ്യൻ വേർഡ്സിന് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള അർത്ഥം നമുക്കറിയണം. വൈ എന്ന് വെച്ചാൽ എന്തുകൊണ്ട് എന്നാണ്. വൈ ഈസ് വാർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, യുദ്ധം. ഹാർഡ് നമുക്കറിയാം, ഇറ്റ്സ് വെരി ഹാർഡ് എന്ന് പറയില്ലേ നമ്മൾ. ഹാർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. വൈ ഈസ് വാർ ഹാർഡ് ഓൺ ചിൽഡ്രൻ, എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് യുദ്ധം ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഇൻ എ വാർ മെനി ചിൽഡ്രൻ ലോസ് ദെയർ ഹോംസ്, അവർ വീട് പോകും, പിന്നെയോ സ്കൂൾസ് ഉണ്ടാവില്ല, ഈവൻ ദെയർ ഫാമിലീസ്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണെന്ന് പറയുന്നത് കുട്ടികൾക്ക് വാർ എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡാണെന്ന് പറയുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം, ഉത്തരം എഴുതണം. ഇവിടെ നമ്മൾ എല്ലാ ഉത്തരങ്ങളും താഴെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഇത്തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ചോദ്യമല്ല വരിക, അതുകൊണ്ട് ഇത് കാണാതെ പഠിച്ച് പോയിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ കഴിയില്ല. നന്നായിട്ട് വായിക്കാൻ എന്ത് ചെയ്യണം, വായിക്കാൻ കഴിയണം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് വായിക്കുക. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്യുക, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഉത്തരം നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുക. ഇതിൻ്റെ നമ്മൾ ഉത്തരം ഇതിൽ അവസാനം ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കിതിൽ കാണിക്കും ഉത്തരം. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഉത്തരം ഓരോന്ന് നോക്കുക. ഓക്കെ, 5 ചോദ്യമാണ് ഒരു പാരഗ്രാഫ് തന്നിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ആക്ടിവിറ്റി 2 ആയിട്ട് തന്നിട്ടുള്ളത്, ഇവിടെ എന്താണ്, ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്നുള്ളതാണ്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിവരണം എഴുതുക എന്നുള്ളതാണ്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിവരണം പോലെ എഴുതുക. ഹരൂട്ടോ എ ജപ്പാനീസ് ബോയ് ഈ സ്റ്റഡിയിങ് ഇൻ കുഞ്ഞിച്ചിരുദാസ് ക്ലാസ്. കുഞ്ഞിച്ചിരുതനെ ഓർമ്മയുണ്ടോ? കുഞ്ഞിച്ചിരുത എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ് 1 ആദ്യത്തെ ലെസണിലെ മെയിൻ ക്യാരക്ടറായിരുന്നു കുഞ്ഞിച്ചിരുത അല്ലേ. അപ്പോൾ കുഞ്ഞിച്ചിരുതയുടെ ക്ലാസ്സിൽ പഠിക്കുകയാണ് ഹരൂട്ടോ. എവിടെ നിന്നാണ്? ജപ്പാനിൽ നിന്നുള്ള ഒരു കുട്ടിയാണ്. ടീച്ചർ ആസ്ക്ഡ് ഹിം ടു സേ സംതിങ് അബൌട്ട് ഹിസ് ഹോം കൺട്രി. ഹെൽപ്പ് ഹിം റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ടീച്ചർ അപ്പോൾ അവനോട് ചോദിച്ചു, അവൻ ജപ്പാനിൽ നിന്നുള്ള കുട്ടിയാണ് അല്ലേ. അപ്പോൾ അവനോട് ചോദിച്ചു സേ സംതിങ് അബൌട്ട് ഹിസ് ഹോം കൺട്രി. അവൻ്റെ ഹോം കൺട്രി ഏതാണ്? ജപ്പാൻ. അപ്പോൾ ജപ്പാനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് അവനോട് അവൻ്റെ ടീച്ചർ ചോദിച്ചു. അപ്പോൾ ഹെൽപ്പ് ഹിം റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ അവനെ നിങ്ങളൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ സഹായിക്കുക. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിവരണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മളോട് ഉണ്ടാക്കി എഴുതാനല്ല, നമുക്കിവിടെ കുറച്ച് ഹിൻസ്, ഒരു ചെറിയ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത്. യു മേ സ്റ്റാർട്ട് വിത്ത് എ സെൽഫ് ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ എന്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം? ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. എന്താണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ? നിങ്ങൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തരുത്, നരൂട്ടോയുടെ നരൂട്ടോ അല്ല, നരൂട്ടോ നിങ്ങൾക്കറിയാമല്ലേ. ഇവിടെ ഹരൂട്ടോ ആണ് കേട്ടോ. ഹരൂട്ടോ എന്ന് വെച്ചാൽ ആരാ? ഇവിടെ തന്നിട്ടുള്ള ഈ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഹരൂട്ടോ എവിടെ നിന്നാണ്? ജപ്പാനിൽ നിന്നാണ് അല്ലേ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ തുടങ്ങണം? നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഐ ആം ഹരൂട്ടോ, ഐ എം കമ്മിങ് ഫ്രം, അല്ലെങ്കിൽ ഐ എം ഫ്രം ജപ്പാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനോട് കൂടി തുടങ്ങണം അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകണം? കൺട്രി ഏതാണ്? ജപ്പാനാണ്. ക്യാപിറ്റൽ ടോക്കിയോ. കറൻസി ജപ്പാനീസ് yen. ലാംഗ്വേജ് ജപ്പാനീസ്. ഫ്ലാഗ് എന്താ? വൈറ്റ് വിത്ത് റെഡ് സർക്കിൾ ഇൻ എ സെൻറ്റർ. ഫേമസ് ആയിട്ടുള്ള കമ്പനീസ് ഏതൊക്കെ? ടൊയോട്ട, സോണി, ടോഷിബ, പാനസോണിക്, പിന്നെ ഏതാ
മിസ്റ്റുബിഷി, ടാച്ചി തുടങ്ങിയ കുറേ ഫേമസ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. പിന്നെ പോപ്പുലർ ഫുഡ് ഐറ്റം സുഷി, രാമൻ, ടെമ്പൂര, മിസോ സോപ്പ് ആൻഡ് ഒനിഗിരി, സോ മച്ച് കൈൻഡ് ഓഫ് ഫുഡ് ഐറ്റംസ്. ഫേമസ് പ്ലേസസ് ഏതാ? മൗണ്ട് ഫുജി കണ്ടിട്ടുണ്ടോ? പിന്നെ ടോക്കിയോ, കിയോട്ടോ, ഒസാക്ക, ഹിരോഷിമ അല്ലേ? ഒരുപാട് ഫേമസ് പ്ലേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ മോഡലായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. ഓക്കെ, ആൻസേഴ്സൊക്കെ നമ്മളിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ആൻസേഴ്സാണ് ഇതെല്ലാം. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നോക്കുക. ഇനി നമുക്ക് പറയുന്ന രണ്ടാമത്തെ ആക്ടിവിറ്റി ഡിസ്ക്രിപ്ഷൻ എഴുതാനായിരുന്നു. ഹറൂട്ടോസ് ഹോം കൺട്രി. അപ്പോൾ മൈ നെയിം ഈസ് ഹറൂട്ടോ, ഐ ആം ഫ്രം ജപ്പാൻ, ദ ക്യാപിറ്റൽ ഓഫ് മൈ കൺട്രി ഈസ് ടോക്കിയോ. നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകൾ വെച്ചിട്ട് നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ, അതായത് ഒരു ചെറിയ വിവരണ രൂപത്തിൽ എഴുതുക. അത്രയേ ഉള്ളൂ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം, അതൊരു വിവരണം പോലെ അതിങ്ങനെ കൂട്ടി എഴുതാനാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? കൂട്ടി എഴുതുക. അപ്പോൾ മൈ നെയിം ഈസ് ഹറൂട്ടോ, ഐ ആം ഫ്രം ജപ്പാൻ. ഐ ആം ഫ്രം ജപ്പാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജപ്പാനിൽ നിന്നാണ്. പിന്നെ അവിടെ നമ്മളോട് ക്യാപിറ്റൽ സിറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുത്തിരുന്നു? ടോക്കിയോ കൊടുത്തിരുന്നു അല്ലേ? അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദ ക്യാപിറ്റൽ ഓഫ് മൈ കൺട്രി, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ തലസ്ഥാനം, ക്യാപിറ്റൽ ഓഫ് മൈ കൺട്രി ഈസ് ടോക്കിയോ. ആൻഡ് അവർ കറൻസി എന്ന് പറഞ്ഞാൽ നോട്ടില്ലേ? നമ്മുടെ ഇന്ത്യയിൽ ഏതാ? രൂപ, റുപ്പി അല്ലേ? അതേപോലെ ജപ്പാനിൽ ഏതാണ് കറൻസി? ജപ്പാനീസ് യെൻ. സോ അവർ കറൻസി ഈസ്, ഇവിടെ ഹരൂട്ടോ ഇങ്ങനെ പറയാണ്, അങ്ങനെ പറയുന്ന പോലെയാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ആൻഡ് അവർ കറൻസി ഈസ് ജപ്പാനീസ് യെൻ. വി സ്പീക്ക് ജപ്പാനീസ്. നമ്മൾ എന്ത് സംസാരിക്കും? വി സ്പീക്ക് ജപ്പാനീസ്. ഞങ്ങൾ ജപ്പാനീസ് സംസാരിക്കും. അവർ നാഷണൽ ഫ്ലാഗ് ഈസ് വൈറ്റ് വിത്ത് എ റെഡ് സർക്കിൾ ഇൻ ദ സെൻറ്റർ. ഞങ്ങളുടെ നാഷണൽ ഫ്ലാഗ് എങ്ങനെയാണ്? ഈസ് വൈറ്റ് വിത്ത് എ റെഡ് സർക്കിൾ ഇൻ ദ സെൻറ്റർ. ഇതൊക്കെ അവിടെ തന്നത് ഇങ്ങനെ കൂട്ടി എഴുതിയെന്നുള്ളൂ കേട്ടോ. ജപ്പാൻ ഈസ് ഹോം ടു ഫേമസ് കമ്പനീസ് ലൈക്ക് ടൊയോട്ട, സോണി, ടോഷിബ, പാനസോണിക്. ഓക്കെ, അതുപോലെ തന്നിരിക്കുന്നതെല്ലാം എഴുതുക. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്തത് പോപ്പുലർ ഫുഡാണ് നമുക്ക് അടുത്ത് തന്നിട്ടുള്ളത്. പോപ്പുലർ ഫുഡ് ഐറ്റംസ് ഇൻ മൈ കൺട്രി ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളുന്നു. പോപ്പുലർ ഫുഡ് ഐറ്റംസ് ഇൻ മൈ കൺട്രി ഇൻക്ലൂഡ് സുഷി, രാമൻ. അത് തന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാം എഴുതുക. എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പിന്നെ അടുത്തത് എന്താണ്? സം ഓഫ് ദ ഫേമസ് പ്ലേസസ്, ചില ഫേമസ് പ്ലേസസ് ഇൻ ജപ്പാനിലെ ചില ഫേമസ് പ്ലേസസ് ആർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ആർ എന്ന് പറയും അല്ലേ? അവിടെ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ സം ഓഫ് ഫേമസ് പ്ലേസസ് ഇൻ ജപ്പാൻ ആർ മൗണ്ട് ഫുജി, ടോക്കിയോ, കിയോട്ടോ, ഒസാക്ക. അങ്ങനെ എഴുതുക. ലാസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ആൻഡ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ഐറ്റം എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും എന്ത് ചെയ്യുക? ഇതുപോലെ എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എഴുതുകയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അത്യാവശ്യം മാർക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയാണ് ആ ചോദ്യം വരുന്നത്. ഡിസ്ക്രിപ്ഷൻ എഴുതാൻ വന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഇനി അടുത്തെന്താ വരുന്നത്? അടുത്താണ് ക്യാരക്ടർ സ്കെച്ച്. എന്താണെന്ന് ഓർമ്മയുണ്ടോ? ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓരോ പാഠത്തിലും ഓരോ കഥാപാത്രങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒന്നാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കുഞ്ഞിച്ചെറുതയെ അറിയാം. പിന്നെ ക്രൗബോയിലെ ആരറിയാം? ചിബിയെ ഓർമ്മയുണ്ടാവും. ക്രൗബോയിൽ ചിബി അല്ലേ? ഓർമ്മയില്ലേ? ക്രൗ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന അല്ലേ? ക്രൗബോയ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന നമ്മുടെ ചിബി ഓർമ്മയില്ലേ? അതുപോലെ തന്നെ ആരുണ്ട്? വില്യമിന് ഓർമ്മയുണ്ടോ? വില്യം കൗക്കാബെ ആരാ? വിൻഡ് മിൽ ഉണ്ടാക്കിയില്ലേ? നാട്ടിൽ വേണ്ടിയിട്ട്. നാട്ടിൽ എന്താണ് ഭയങ്കര എന്തായിരുന്നു? വരൾച്ചയും പിന്നെ അതുപോലെ തന്നെ അവിടെ കറണ്ടില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്തു? വിൻഡിൽ നിന്ന് അവന് ഇലക്ട്രിക് ബൾബ് കത്തിയില്ലേ? അതൊരു തുടക്കം മാത്രമായിരുന്നു അല്ലേ? ഇനി അത് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം? കറണ്ട് ഉണ്ടാക്കാം, വെള്ളം പമ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇവിടെ ആദ്യം ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്യാരക്ടർ സ്കെച്ച് ഓഫ് ചിബി വരും. ഇവിടെ ചിബിയോ അല്ലെങ്കിൽ വില്യമിൻ്റെയോ എഴുതാൻ ചിലപ്പോൾ കുഞ്ഞിച്ചിരുതയാകും നിങ്ങൾക്ക് എക്സാമിന് വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പാഠം നന്നായിട്ട് വായിച്ചിട്ട് ഓരോ ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കഥാപാത്രത്തെ പറ്റി വിവരിച്ചെഴുതുക. ചിബി എന്ന് പറയുന്നത് ആരാ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ ഓരോ റൗണ്ട് സർക്കിളിൽ ഓരോ ഇവിടെ ചിബിയുടെ പ്രത്യേകതകളാണ് കൊടുത്തിട്ടുള്ളത്. ടൈനി ബോയ് ആണ്, അതുകൊണ്ടാണ് അവന് ചിബി എന്ന് പേര് വന്നത് അല്ലേ? അതുപോലെ ഷൈ ആയിരുന്നു, അവൻ എപ്പോഴും ഷൈ ആയിരുന്നു അല്ലേ? ആരോടും അങ്ങനെ സംസാരിക്കുന്നില്ല, എപ്പോഴും ഒറ്റക്കായിരുന്നു അല്ലേ? പിന്നെയോ പെർഫെക്റ്റ് അറ്റൻഡൻസ് ഉണ്ടായിരുന്നു. അവനാണ് സ്കൂളിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഉണ്ടായത്. ഒരു ലീവ് പോലും ആക്കാതെ എല്ലാ ദിവസവും അവന് സ്കൂളിൽ വന്നിരുന്നു അല്ലേ? ആര്? നമ്മുടെ ചിബി. പിന്നെയോ ഇമിറ്റേറ്റ്സ് ക്രൗ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തു. എങ്ങനെയുള്ള ക്രൗ? ബേബി ക്രൗവിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു, അമ്മ ക്രൗ, ഫാദർ ക്രൗ എല്ലാം ചെയ്തിരുന്നു അല്ലേ? അങ്ങനെ പ്രത്യേകം എല്ലാ സൗണ്ടും അവൻ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്തു. എല്ലാവരും ഷോക്കായി പോയി അല്ലേ?
അങ്ങനെ അവൻ എന്തായി സ്ലോ പോക്ക് എന്ന് അവനെല്ലാവരും കളിയാക്കി. അവന് ഭയങ്കര പതുക്കെയാണ് നടന്നിരുന്നത് അല്ലേ, ഭയങ്കര സ്ലോ ആയിട്ട് നടന്നിരുന്നതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു, എല്ലാവരും സ്ലോ പോക്ക് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ലാസ്റ്റ് എത്തിയപ്പോൾ അവൻ എന്ത് വിളിക്കാൻ തുടങ്ങി, ക്രൗ ബോയ് എന്ന് വിളിക്കാൻ തുടങ്ങി അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ വില്യമിൻ്റെ ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചിബിയുടെ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക വില്യം. ഇപ്പം നിങ്ങൾക്ക് ഏതാണോ അറിയുന്നത് കൂടുതൽ അത് വെച്ചിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. അതുപോലെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് വില്യമിന് എഴുതാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ സർക്കിളിൽ തന്നിട്ടുണ്ട്. അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വില്യമിൻ്റെ എന്ത് എഴുതണം, ക്യാരക്ടർ സ്കെച്ച് എഴുതണം കേട്ടോ. ഇവിടെ എന്താണ് അവനെക്കുറിച്ച് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ക്യൂരിയസ് ആൻഡ് ഇൻവെൻറ്റീവ് ആണ്, ഡിറ്റർമൈൻഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ആണ്, ഡ്രീമർ ആൻഡ് പ്രോബ്ലം സോൾവർ ആണ്, ക്രിയേറ്റീവ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് ആണ്, പിന്നെ ലിറ്റ് അപ്പ് ഹിസ് വില്ലേജ് അല്ലേ. ഇത്രയും പ്രത്യേകതകളുണ്ട്. അവനെന്താണ് ഭയങ്കര ഇൻവെൻറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കും അല്ലേ. ക്യൂരിയസ് ആൻഡ് ഇൻവെൻറ്റീവ്, ഡിറ്റർമൈൻഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ആണ്, ഹാർഡ് വർക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടല്ലേ അവൻ ആ വിൻഡ് മിൽ ഉണ്ടാക്കിയത്. പിന്നെ ഡ്രീമർ ആൻഡ് പ്രോബ്ലം സോൾവർ, ഡ്രീമർ മാത്രമാണോ, ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, അത് സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പ്രയത്നിച്ച ഒരു ഹാർഡ് വർക്ക് ചെയ്തൊരു ആൾ കൂടിയാണ് നമ്മുടെ വില്യം അല്ലേ. എന്നിട്ട് ക്രിയേറ്റീവായിട്ട് അവൻ അത് ഉണ്ടാക്കിയില്ലേ. വെറും ജങ്ക്യാർഡ് പോയിട്ട് അവിടെയുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അല്ലേ, വേണ്ടാത്ത വസ്തുക്കൾ വെച്ചിട്ടാണ് അവൻ വിൻഡ് മിൽ ഉണ്ടാക്കിയത്. അത്രയും എന്താണ് ക്രിയേറ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുക. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ചിബി അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ച് ഓഫ് വില്യം എന്ന് എഴുതിയിട്ട് നിങ്ങൾ ആരുടെയാണോ എഴുതുന്നത് അവരുടെ നിങ്ങൾ എഴുതുക കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചിബിയുടെ ക്യാരക്ടർ സ്കെച്ച്. ചിബി വാസ് എ ടൈനി ആൻഡ് ഷൈ ബോയ്, ഹാഡ് എ പെർഫെക്റ്റ് അറ്റൻഡൻസ് ഇൻ സ്കൂൾ ബട്ട് വാസ് ഓഫൻ കാൾഡ് എ സ്ലോ പോക്ക്. ഹി ലവ്ഡ് ടു ഇമിറ്റേറ്റ് ദ സൗണ്ട് ഓഫ് ക്രൗ ആൻഡ് വാസ് വെരി ഒബ്സർവൻറ്റ്. ഓക്കെ, ഇങ്ങനെയുള്ള അവിടെ തന്നിട്ടുള്ള പോയിന്റ് വെച്ച് ചെറുതാക്കി എഴുതിയാൽ മതി. നിങ്ങൾ പാഠം കൂടുതൽ വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ പോയിന്റുകൾ അതിൽ ഉൾക്കൊള്ളാൻ പറ്റും അല്ലേ, ഉൾക്കൊള്ളിക്കാൻ പറ്റും. പിന്നെ ലൈവ് റിപ്പോർട്ട് നിങ്ങൾക്ക് അറിയില്ലേ, ലൈവ് റിപ്പോർട്ട് എഴുതാൻ. ലൈവ് റിപ്പോർട്ട് നമ്മുടെ വില്യമിൻ്റെ പാഠത്തിൽ നമ്മൾ എന്ത് വന്നു, വരൾച്ചയും ദുരിതങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ അവിടുന്ന് ലൈവ് റിപ്പോർട്ട് അതിൽ ആക്ടിവിറ്റീസ് ചെയ്ത ഓർമ്മ ഉണ്ട്, ആക്ടിവിറ്റീസ് ചെയ്തതിൽ ഉണ്ടായിരുന്നു ലൈവ് റിപ്പോർട്ട് എഴുതാൻ. ഗുഡ് മോർണിംഗ് വി ആർ ഫ്രം എവിടെ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതില്ലേ. നമ്മൾ ന്യൂസ് കേൾക്കുമ്പോൾ കണ്ടിട്ടില്ലേ ലൈവ് റിപ്പോർട്ട്, ഒരു സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറാമാൻ ഇങ്ങനെ പറയുന്നത് കേട്ടില്ലേ, രേണുവിനോട്ട് അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ. അങ്ങനെയാണ് എന്ത് ചെയ്യുക, ലൈവ് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ലൈവ് റിപ്പോർട്ടാണ് എഴുതാനുള്ളത്. എന്തിൻ്റെ ലൈവ് റിപ്പോർട്ടാണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആഗസ്റ്റ് 15 ആയിരുന്നു അല്ലേ, ഇന്ന് ആഗസ്റ്റ് 15 എന്താണ് ഹെഡ് മാസ്റ്റർ ഹോയിസ്റ്റഡ് ദ നാഷണൽ ഫ്ലാഗ്. ഹെഡ് മാസ്റ്റർ പതാക ഉയർത്തി. പിന്നെ ടീച്ചേഴ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ് ടു ചിൽഡ്രൻ, കുട്ടികൾക്ക് എന്ത് ചെയ്തു, മധുരമൊക്കെ പകുത്തു നൽകി. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ പ്രോഗ്രാംസ് ആൻഡ് പ്രോഗ്രസിങ് ഇൻ സ്കൂൾ, പ്രോഗ്രാംസ് എന്ത് ചെയ്തു, പ്രോഗ്രസ് ചെയ്തു. പിന്നെ ചിൽഡ്രൻസ് ആർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ്, ഒരുപാട് പാട്രിയോട്ടിക് ഡാൻസ്, പാട്രിയോട്ടിക് സോങ്സ്, ഇങ്ങനെ ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ലൈവ് റിപ്പോർട്ട് എഴുതുക ഇൻഡിപെൻഡൻസ് ഡേയുടെ. അപ്പോൾ ഒരു മോഡൽ നമുക്ക് നോക്കാം, എങ്ങനെയാണ് ലൈവ് റിപ്പോർട്ട് എഴുതുക. നിങ്ങൾക്ക് പഠിച്ചതാണ്, നിങ്ങൾ ആക്ടിവിറ്റിയിൽ അത് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ലൈവ് റിപ്പോർട്ടിൻ്റെ മോഡലുണ്ട്. ഗുഡ് മോർണിംഗ് വി ആർ ഫ്രം ABC സ്കൂൾ എന്ന് പറഞ്ഞത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതാം. ഓക്കെ, വി ആർ ഫ്രം GHSS അല്ലെങ്കിൽ GUPS എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, Today, 15th August, our school celebrated Independence Day with great enthusiasm. The headmaster hoisted the national flag and everyone sang the national anthem proudly. Teachers distributed sweets to children. Various programs including dances, patriotic songs and speeches were performed. The whole school was filled with the spirit of freedom and unity. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ തന്ന പോലെ എന്ത് ചെയ്യുക, എഴുതുക. പിന്നെ എന്താ അടുത്തത് എഴുതാൻ, അടുത്തതാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഗ്രാമർ പാർട്ടാണ് അല്ലേ. എഡിറ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നോ, എഡിറ്റിങ്ങിൽ എന്ത് ചെയ്യും, ഇങ്ങനെ അടിവരയിട്ട് തന്നിട്ടുണ്ടാവും. അതുപോലെ എന്ത് ചെയ്യുക, അത് നിങ്ങൾ തിരുത്തി, അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. ചിലതിൽ മിസ്റ്റേക്ക് ഉണ്ടാവില്ല, അങ്ങനെ ഒന്നിക്കേ ഉണ്ടാവുള്ളൂ. ഒരു പക്ഷേ മിസ്റ്റേക്ക് ഇല്ലാണ്ട് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, തരും അല്ലേ. ഇവിടെ യൂണിഫോം ബ്രൈറ്റ് എന്ന് പറയുന്നുണ്ട്, അതിനെ അടിവരയിട്ടിട്ടുണ്ട്. എങ്ങനെയാണ്, യൂണിഫോം ബ്രൈറ്റ് എന്നാണ് നമ്മൾ പറയുക അല്ല അല്ലേ, ബ്രൈറ്റ് യൂണിഫോം എന്നാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. നമ്മൾ പറയുമ്പോൾ ഒരു യൂണിഫോം ബ്രൈറ്റ് എന്ന് പറയില്ലല്ലോ, ബ്രൈറ്റ് യൂണിഫോം, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല എന്താണ് ബ്രൈറ്റായിട്ട് പുതിയ യൂണിഫോം എങ്ങനെയായിരിക്കും, നല്ല ബ്രൈറ്റ് ആയിരിക്കും അല്ലേ, നല്ല ഷൈൻ ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ യൂണിഫോം ബ്രൈറ്റ് എന്ന് പറയില്ല, ബ്രൈറ്റ് യൂണിഫോം എന്നാണ് പറയുക. പിന്നെ അടുത്തത് സ്റ്റാൻഡ് എന്നാണ്. സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ പാസ്റ്റ് ഫോമാണ് വരിക.
സ്റ്റാൻഡിൻ്റെ പാസ്റ്റ് ഫോം ഏതാ? സ്റ്റുഡ്. സ്റ്റുഡാണ് അവിടെ വരിക. STOOD സ്റ്റുഡാണ് വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വരും. അതായത് നിങ്ങൾക്ക് ഒരു പക്ഷേ പ്രസൻറ്റ് ഫോം തന്നിട്ടുണ്ടാവും, പക്ഷേ ശരിക്കും അത് പാസ്റ്റിലോട്ട് ആക്കേണ്ടി വരും. അതായത് നമ്മൾ ഒരു നടന്ന സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്, അത് പാസ്റ്റ് ഫോമിലാണ് വരിക. അതായത് ഇന്നലെ അപ്പം ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നരീവ് പ്രിപ്പയർഡ് എ റിപ്പോർട്ട് ഓൺ ഹിസ് സ്കൂൾ പ്രവേശനോത്സവം. ഓക്കെ, ഇപ്പോൾ പ്രവേശനോത്സവം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, പുതിയ കുട്ടികൾ വരുമ്പോൾ പുതുവർഷത്തിലുണ്ടാവുന്നതാണ് പ്രവേശനോത്സവം. അപ്പോൾ അത് നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തിൻ്റെ റിപ്പോർട്ടാണ്. റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞതിനെ പറ്റി എഴുതുക. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റിലാണ് വരിക. അതായത് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂതകാലം, അതായത് നടന്നു കഴിഞ്ഞതാണ് വരിക. നടന്നു കഴിഞ്ഞൊരു കാര്യം വരുമ്പോൾ അവിടെ പാസ്റ്റ് ടെൻസുകളാണ് ഉപയോഗിക്കുക. അവിടെ സ്റ്റാൻഡ് എന്ന് പറയില്ല, സ്റ്റുഡ് എന്നാണ് പറയുക. അതായത് നിൽക്കുക എന്ന് പറയില്ല, നിന്നു. നമ്മൾ നിന്ന് കഴിഞ്ഞു, നിന്നതാണ് അല്ലേ, മുമ്പ് നടന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡാണ് വരിക. സ്റ്റാൻഡ് അല്ല വരിക, സ്റ്റുഡാണ്. സ്റ്റാൻഡിൻ്റെ പാസ്റ്റ് ഫോം ആയിട്ടുള്ള സ്റ്റുഡാണ് വരിക കേട്ടോ. പിന്നെ ഏതാണ്, വാൾസ് വേർ ഡെക്കറേറ്റഡ് ഓൺ ബലൂൺസ്. ഓൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിൻ്റെ മുകളിൽ നിന്ന് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഓൺ ചേർക്കുക. വാൾസ് വേർ ഡെക്കറേറ്റഡ്. വാൾസ് അതായത് ചുമരുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത്? ബലൂൺസ്. അപ്പോൾ ബലൂൺസ് കൊണ്ട് എന്നാണ് പറയുക. ബലൂൺസിന് മുകളിൽ വാൾസ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നല്ലല്ലോ പറയാം, ബലൂൺസ് കൊണ്ട് വാൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചേർക്കുക, വാൾസ് വേർ ഡെക്കറേറ്റഡ് വിത്ത് എന്നാണ് വരിക കേട്ടോ. അപ്പോൾ അങ്ങനെയും എന്ത് വരും, എഡിറ്റിങ്ങിൽ കറക്ഷൻസ് വരും. പിന്നെ ഇവിടെ അടുത്തത് ചിൽഡ്രൻ എന്നുള്ളതിന് ഒരു അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ്, ഫുൾ സ്റ്റോപ്പ് ഉണ്ടല്ലേ, ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സെൻറ്റൻസ് ആരംഭിക്കുമ്പോൾ അതിൽ തുടങ്ങുന്ന ഫസ്റ്റ് വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം, എന്തായാലും മസ്റ്റ് എന്തായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇവിടെ ചിൽഡ്രൻ എന്നുള്ളതിൻ്റെ C ക്യാപിറ്റൽ അല്ല, അതാണ് അവിടുത്തെ തെറ്റ്. അപ്പോൾ C നിങ്ങൾ എന്താക്കുക, ക്യാപിറ്റൽ ആക്കിയാൽ അത് തീരും. അത്രയേ ഉള്ളൂ പ്രശ്നം കേട്ടോ. ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം, എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം. പിന്നെ അതുപോലെ ഏതെങ്കിലും ഒരു പ്ലേസോ സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഒരാളുടെ പേരോ ആകുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ടെക്സ്റ്റിൽ ഇതുപോലെ ഒരു എഡിറ്റിങ്ങിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്, അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ. പിന്നെ ഫാസിനേറ്റഡ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ് തെറ്റ്, ഫാസിനേറ്റഡ് ED ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫാസ്റ്റ് ഫോമിലാണ്. പിന്നെ സ്പെല്ലിങ് ഒക്കെ ശരിയാണ്. ഫാസിനേറ്റഡിൻ്റെ സ്പെല്ലിങ് ഇത് തന്നെയാണ്, കറക്റ്റാണ്. അപ്പോൾ അതിലെന്തില്ല, അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഡൗട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതും വരും, ഇങ്ങനെ അല്ലാത്തതും വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് എഡിറ്റിങ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയാണ് എഡിറ്റിങ്ങിൽ പറയേണ്ടത്. നമ്മൾ റെഗുലർ വേർബ്സ് ഇറഗുലർ വേർബ്സ് ഒക്കെ പഠിച്ചിരുന്നു. അപ്പോൾ ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്നു അത്. അപ്പോൾ എന്താണ് റെഗുലർ വേർബ്സ്, എങ്ങനെയാണത് വരിക, പാസ്റ്റ് ഫോം എങ്ങനെയാണ്, ഓരോന്നിൻ്റെ പാസ്റ്റ് ഫോം ഒക്കെ പഠിച്ച് വെക്കുക. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് കോൺവെർസേഷൻ. ഇവിടെ കോൺവെർസേഷൻ വരുന്നത് ആരുമായിട്ടാണ്, അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദ 2 ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ, റൈറ്റ് മിനിമം 5 എക്സ്ചേഞ്ച്. ഓക്കെ, ഇവിടെ നമ്മളൊക്കെ അറിയാം, ചിബി ഓർമ്മയില്ലേ, ചിബിയുടെ ഫേവറേറ്റ് ഉള്ള ടീച്ചറാണ് മിസ്റ്റർ ഐസബും എന്ത് ചെയ്യാണ്, ടാലൻസ് ഡേ ശേഷം എന്ത് ചെയ്യാണ്, മീറ്റ് ചെയ്യാണ്. ടാലൻസ് ഡേയിൽ എന്ത് ചെയ്തു ചിബി, ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് എല്ലാവരെയും സർപ്രൈസ് ആക്കിക്കൊണ്ട് എന്തു ചെയ്തു, ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു അല്ലേ. ചിബി ഇമിറ്റേറ്റ് ദ സൗണ്ട്സ് ഓഫ് ക്രൗ. സോ എല്ലാവരും അവനെ അപ്രീഷിയേറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഐസബ് സാർ എന്ത് ചെയ്യാണ്, ഇവിടെ അവനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അവർ തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷനാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ അത് എഴുതുക. ദാറ്റ് വാസ് ആൻ അമേസിങ് പെർഫോമൻസ് ചിബി, ഹൗ ഡിഡ് യു ലേൺ ടു ഡു ദാറ്റ് എന്ന് ചോദിക്കുകയാണ് ഐസബ് സാർ. അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിരിക്കുക, അങ്ങനെ അവർ തമ്മിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ നമ്മൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു എന്ത് തന്നിട്ടുണ്ട്, ഒരു ചെറിയ കോൺവെർസേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇവിടെ നടക്കാൻ സാധ്യതയുള്ള, അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാവില്ല വരിക. അപ്പോൾ നിങ്ങളൊരു കോൺവെർസേഷൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അതിൽ ഏതൊക്കെ സെൻറ്റൻസുകൾ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ദാറ്റ് വാസ് എൻ അമേസിങ് പെർഫോമൻസ് ചിബി, ഹൗ ഡിഡ് യു ലേൺ ടു ഡു ദാറ്റ്. ചിബി പറയാൻ താങ്ക് യു സാർ. ആദ്യം നമ്മുടെ സാർ എന്ത് ചെയ്തു, അവനൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തു അല്ലേ. ഒരാൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് താങ്ക്സ് പറയണം. അപ്പോൾ അങ്ങനെ അവനും എന്ത് പറഞ്ഞു, ഒരു താങ്ക് യു പറഞ്ഞു. എന്നിട്ടോ പിന്നെ അടുത്തത് അദ്ദേഹം ചോദിച്ചത്, ഹൗ ഡിഡ് യു ലേൺ ടു ഡു ഓൾ ദാറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് നീ ഇതൊക്കെ ചെയ്യാൻ പഠിച്ചത്. അപ്പം പറഞ്ഞു, സർ ഐ ഗ്രൂ അപ്പ് ഇൻ ദ മൗണ്ടെയിൻ സൈഡ്, സോ ഐ ഓഫൻ ലിസൺ ടു ദ ക്രൗഡ്സ് അറൗണ്ട് മീ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എപ്പോഴും ഈ ഒരു സൗണ്ട്, കാക്കകളുടെ ശബ്ദം കേൾക്കും. അവനൊരു മൗണ്ടൻ സൈഡിലാണ് ജീവിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ പാഠഭാഗത്ത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കാക്കകളുടെ ശബ്ദം ഇങ്ങനെ സ്കൂളിലോട്ട് പോകുമ്പോഴും വരുമ്പോഴൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ അവനതിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് പഠിച്ചു എന്നാണ് പറയുന്നത്. മിസ്റ്റർ ഈസോപ്പ് ഐ സി അപ്പോൾ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുകയാണ്. യു ഹാവ് റിയലി മാസ്റ്റേർഡ് ഇമിറ്റേറ്റിംഗ് ദെയർ സൗണ്ട്. നീ ശരിക്കും മാസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ അതിൽ ബിരുദാനന്തര ബിരുദം എന്ന് വെച്ചാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നീ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇമിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് അനുകരിക്കുക, അതേപോലെ തന്നെ ചെയ്യുക. ഓക്കെ, ആ ഒരു കാക്കയുടെ ശബ്ദം നീ അതുപോലെ തന്നെ അനുകരിച്ചിട്ടുണ്ടെന്ന് പറയാം. ചിബി സാർ ഐ വാസ് ആൾവേസ് അലോൺ സോ ഐ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈംസ് ഒബ്സർവിങ് നാച്ചർ ആൻഡ് പ്രാക്ടീസിങ്. ശരിയാണ്, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ നമ്മുടെ ചിബി എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ചിലവഴിച്ചു ലോട്ട് ഓഫ് ടൈംസ് ഒബ്സർവിങ് നാച്ചർ ആൻഡ് പ്രാക്ടീസിങ്. ഞാൻ എപ്പോഴും ഒരുപാട് സമയം പ്രകൃതിയെ ഒബ്സർവ് ചെയ്യുന്നതിൽ ഞാൻ ഒരുപാട് സമയം ചിലവഴിച്ചു എന്നാണ് പറയുന്നത്. പീപ്പിൾ യൂസ്ഡ് ടു കാൾ യു സ്ലോ പോക്ക് ഡിഡിൻറ്റ് ദേ. നിന്നെ ആൾക്കാരെല്ലാം നിന്നെ സ്ലോ പോക്ക് എന്നാണ് വിളിച്ചിരുന്നത് അല്ലേ. അപ്പോൾ ചിബി പറയാണ് യെസ് സാർ, ടുഡേ ഐ ഫീൽ പ്രൗഡ് ദാറ്റ് ഐ കുഡ് സർപ്രൈസ് ദം വിത്ത് മൈ ടാലൻറ്റ്. പക്ഷേ ഞാനിന്ന് ഭയങ്കര അഭിമാനത്തിലാണ്. എനിക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റി, അവരെ സർപ്രൈസ് ചെയ്യാൻ പറ്റി അവൻ്റെ കഴിവ് കൊണ്ട്. മിസ്റ്റർ ഇസോപ്പ് പറയാണ് യു ഷുഡ് ബി പ്രൗഡ്, നെവർ ഹൈഡ് യുവർ സ്പെഷ്യൽ എബിലിറ്റീസ് ടു ബി. നീ എന്തായാലും എന്ത് ചെയ്യണം, അഭിമാനിക്കണം. നീ ഒരിക്കലും നിൻ്റെ സ്പെഷ്യൽ എബിലിറ്റീസ് ഒന്നും ഒരിക്കലും മറച്ചു വെക്കരുത്. അപ്പോൾ ചിബി പറയണം ഐ വോണ്ട് സർ, ഞാൻ ഒരിക്കലും ചെയ്യില്ല. ഐ വിൽ കീപ് പ്രാക്ടീസിങ് ആൻഡ് ട്രൈ ടു ലേൺ മോർ ബേർഡ് സൗണ്ട്. ഞാൻ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും കീപ് ലേണിങ്. ഓക്കെ, ഞാൻ പ്രാക്ടീസിങ് ചെയ്യുന്നത് തുടരും. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രൈ ടു ലേൺ മോർ ബേർഡ് സൗണ്ട്. ഞാൻ പുതിയ പക്ഷികളുടെ സൗണ്ടൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുമെന്ന് പറയാണ്. അപ്പോൾ ഐസഫ് സാർ പറയാണ് ദാറ്റ്സ് ദ സ്പിരിറ്റ്, അതാണ് നിൻ്റെ സ്പിരിറ്റ് എന്ന് പറയാണ്. ഐ എം ഷുവർ യു വിൽ അമേസ് അസ് അഗെയിൻസ്റ്റ് നെക്സ്റ്റ് ഇയർ. തീർച്ചയായിട്ടും ഞങ്ങളെ അടുത്ത വർഷം ഇതിലും നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഞങ്ങൾ ഞെട്ടിക്കുമെന്ന് പറയുകയാണ് ഐസഫ് സാർ. താങ്ക് യു സാർ, ഐ വിൽ ഡു മൈ ബെസ്റ്റ്. ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യുമെന്ന് പറയണം അവൻ. അപ്പോൾ അങ്ങനെയാണ് എന്ത് വരിക, ഒരു എക്സാമിൻ്റെ മോഡൽ വരിക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോൺവെർസേഷൻ വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ ഒരു ലൈവ് റിപ്പോർട്ട് എന്തായാലും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു ലൈവ് റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതുക, അതായത് ആദ്യം ഒരു ഗുഡ് മോർണിംഗ് പറയുക, ആൻഡ് വി ആർ ഫ്രം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒരു ലൈവ് റിപ്പോർട്ട് എഴുതിയില്ലേ, ഗുഡ് മോർണിംഗ് വി ആർ ഫ്രം ഇങ്ങനെ സ്ഥലത്ത് നിന്നാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എഴുതാനാണ് ലൈവ് റിപ്പോർട്ട് എഴുതുക. ഓക്കെ, പിന്നെ അപ്പോൾ അങ്ങനെയാണ് ലൈവ് റിപ്പോർട്ട്. പിന്നെ എഡിറ്റിങ്ങിൽ നിങ്ങൾക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ, ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ അല്ലേ ശ്രദ്ധിക്കണം. പിന്നെ പാസ്റ്റ് ഫോമിലാക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ എഡിറ്റിങ് ഭംഗിയായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ക്യാരക്ടർ സ്കെച്ചിൻ്റെ കാര്യം നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ചെറിയ വിവരണക്കുറിപ്പ് നിങ്ങൾക്ക് കുറച്ച് പോയിൻ്റ് അവിടെ തന്നിരിക്കും, അത് വെച്ചിട്ടൊരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ വിവരണം പോലെ അതൊരു സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതുക. ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞാൽ അറിയാലോ, കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഒന്ന് ലഘുവായിട്ട് കുറച്ച് സെൻറ്റൻസ് വരികൾ എഴുതുക, അതാണ് എന്ത് പറയുന്നത് ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ.